ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അമൃതപ്പൊടി വെച്ചൊരു അടിപൊളി സ്നാക്കാണ്. വളരെ 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് പെട്ടെന്നും വളരെ ടേസ്റ്റി ആയിട്ടുള്ള തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു അമൃതപ്പൊടിയിൽ ഗോതമ്പ്, കടല, നിലക്കടല, സോയ, പഞ്ചസാര എന്നിവയൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിലേക്ക് ഒരുപാട് നല്ല വൈറ്റമിൻസ് ഉണ്ട് കേട്ടോ. കാൽസ്യം, സിങ്ക്, അയൺ, വൈറ്റമിൻസ് എ, അങ്ങനെ B12 അങ്ങനത്തുള്ള കുറേ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു പൊടിയാണ് നമ്മുടെ ഈ ഒരു അമൃതപ്പൊടി നഴ്സറിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ കഴിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സ്നാക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് കഴിക്കാനുള്ളൊരു ഇഷ്ടം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്കിതുപോലത്തെ ഒരു കപ്പിൽ പാത്രത്തിലേക്ക് നമ്മളിവിടെ ആദ്യം തന്നെ എടുക്കുന്നത് തേങ്ങയാണ്. ഇത് 1/2 മുറി തേങ്ങയാണ് നമ്മൾ ചിരവിയത് കേട്ടോ. നമുക്കിതിൻ്റെ പാലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് പാൽ എടുത്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് 2 അച്ച് ശർക്കരയാണ്. ഓൾറെഡി നമ്മുടെ ഈ അമൃതപ്പൊടിയിൽ നല്ല മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാക്കുമ്പോൾ നമുക്ക് ആ മധുരം ബാലൻസ് ആകാൻ വേണ്ടി നമ്മൾ 2 ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഈ ഒരു കപ്പിലാണ് നമ്മൾ ഈ ഒരു പൊടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഫസ്റ്റ് ഒന്ന് ഞാൻ ഇതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഒറ്റ സ്റ്റെപ്പ് വേണമെങ്കിൽ അത് അരിച്ചെടുക്കാം. ഞാനത് ആദ്യം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഇതുപോലെ തന്നെ ആദ്യത്തെ പോലെ തന്നെ അരിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് ഈ ഒരു അരിച്ച് വെച്ചിട്ടുള്ള പൊടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫസ്റ്റ് ടൈം നമുക്ക് അരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ വേണ്ട, നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ അരിച്ചെടുത്താലും മതി. ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് അരിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിലേക്ക് ഇനി ആദ്യം 1 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 ഗ്ലാസ് പാലാണ് നമ്മളിത് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഫസ്റ്റ് 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒറ്റ അടിക്ക് അടിച്ചത് നമ്മൾ 3 ഗ്ലാസ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി വന്ന പാലുകളെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലത്തെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലേക്കാണ് ഇത് മാറിയിട്ടുണ്ടാവുക. നമുക്കിത് ഇതുപോലെ ഒരു ബൗൾ മാറ്റി വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ച് നമുക്കൊന്ന് കുറച്ചും കൂടി ഒന്ന് അരിച്ചെടുക്കാം. ഇതിൽ കുറച്ചും കൂടി നമുക്കൊരു ഗോതമ്പിൻ്റെ ഒക്കെ ചെറുതായിട്ടൊരു തവിട് പോലെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കട്ടിയിൽ കിടക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ചൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാറുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ബാറ്റർ അതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒട്ടും വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ടിയാവും. അങ്ങനെ ഒട്ടി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്ന് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്നും ആവണ്ട. അപ്പോഴത്തേന് തന്നെ നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഈ ഒരു ബാറ്റർ മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ കൺസിസ്റ്റൻസിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ശർക്കര ഉരുക്കിയത് നമുക്ക് ഇതുപോലെ അരിപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇങ്ങനെ അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ കുറേ കല്ലും പൊടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്ക് കല്ലും പൊടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മളത് അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ശർക്കര ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇതുപോലെയാണ് തയ്യാറായിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മളിത് കൈവിടാതെ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാവും കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മധുരമാണ് അതിൽ. അപ്പോൾ മധുരമുള്ള കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വലിയവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് പ്രത്യേകിച്ച് പേര് പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു കിണ്ണത്തപ്പത്തിൻ്റെ ഒരു പോലെയാണ്, ഒരു ഹൽവ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് പേരിലാണ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് ഈ ഒരു സ്നാക്കിന് നിങ്ങൾക്ക് എന്ത് പേരാണ് ഇടാൻ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. നമ്മൾ കുറച്ചൊരു ഹൽവ മോഡലാണ് തയ്യാറാക്കുന്നതെങ്കിൽ കൂടി ഇതൊരു ഹൽവ ടൈപ്പ് ആയിട്ടല്ല നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട്സ് ചെറുങ്ങനെ കുഞ്ഞിങ്ങനെ ഒന്ന് നുറുക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എള്ളൊക്കെ വയറ്റിലേക്ക് ചെല്ലുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണതിൽ കൂടെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടിയാണ് നമുക്കിതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിലേക്ക് നമുക്കിത് മാറും. അപ്പോൾ നമുക്ക് നമ്മുടെ പാനിൽ നിന്നും കുറച്ചിങ്ങനെ വിട്ട് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അപ്പോൾ നമുക്ക് നമ്മുടെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആണ്
എടുക്കുന്നത്. അപ്പോൾ സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തടവ് കൊടുക്കാം. അതിന് മേലെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് കാഷ്നട്ട്സ് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നടു കീറിയിട്ടായാലും മറ്റിച്ചിലായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതുപോലെ ഇന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചേർത്ത് കൊടുത്ത എള്ളിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് വെറുതെ വിതറാം കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ഇല്ല, നമ്മളൊരു ഭംഗിക്ക് കിടക്കട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു പലഹാരം നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമുക്കിത് വേണമെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. ആ ഒരു ഭംഗിക്ക് കിടക്കട്ടെ വിചാരിച്ചിട്ടാണ് നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റുന്നത്. നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത പ്ലേറ്റ് കുറച്ച് വലിപ്പം കൂടി, എന്നാലും കുഴപ്പമില്ല, നമുക്കിതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു 20 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. ഇതേപോലെ കിട്ടും. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയിൽ, കാണുന്നത് പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി വെക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഒട്ടും തോന്നില്ല കേട്ടോ, നമ്മളിത് അമൃതപ്പൊടി കൊണ്ടാണ് ഇത് തയ്യാറാക്കിയത്, ഒട്ടും തോന്നില്ല. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. വയലിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകും, അത്രയ്ക്കും സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബായ്.